എവ്രിവൺ, എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ +2 ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ആൽക്കഹോൾസ്, ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസ്, കോർഡിനേഷൻ, കോമ്പൗണ്ട്സ്, ഈ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലേക്കാണ്. ഈ എക്സാം നമ്മുടെ ഈ ചാപ്റ്റർ നമ്മുടെ ഓണം എക്സാമിന് ഉണ്ടായിരുന്നു. സോ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ റിവിഷൻ ക്വിക്കായിട്ട് നമ്മുടെ റിവിഷൻ നമുക്കൊന്ന് ചെയ്യാം. പെട്ടെന്ന് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ വൺസ് അഗെയിൻ വെൽക്കം ടു വേദാന്ത മലയാളം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ലൈക്കും ചെയ്യുക. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ വിത്ത് എന്താ പറയുക, നല്ല എനർജിയോട് കൂടി നമുക്ക് നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ലോങ് ഫോം ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിലെ നമ്മുടെ ഗ്രൂപ്പ് 3 to ഗ്രൂപ്പ് 12 ഇത്രയും ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡി ബ്ലോക്ക് എലമെന്റ്സ്. ആൻഡ് ഈ ഡി ബ്ലോക്ക് എലമെന്റിൽ തേർഡ് ഗ്രൂപ്പിൽ നിന്ന് ഇവിടുന്ന് നമ്മളൊരു 14 എലമെന്റ്സിനെയും ഇവിടുന്ന് ഒരു 14 എലമെന്റ്സിനെയും എടുത്തിട്ട് നമ്മൾ വേറെ 28 എലമെന്റ്സിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എഫ് ബ്ലോക്ക് എലമെന്റ്സ്. കറക്റ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇവരെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവരെന്തൊക്കെയാണ്, ഇവരുടെ പ്രോപ്പർട്ടീസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എലമെന്റ്സ് ഫ്രം ദ 3rd to 12th ഗ്രൂപ്പ്, 3rd ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെ മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ള അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ളത്. ഡി ബ്ലോക്ക് എലമെന്റ് നമുക്കറിയാമോ എങ്ങനെയാണ് നമ്മൾ ഓരോ ബ്ലോക്സും തരംതിരിച്ചിട്ടുള്ളത്? ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ബ്ലോക്കുകൾ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ് നമ്മൾ പറയണമെങ്കിൽ അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് എങ്ങോട്ടേക്ക് ആയിരിക്കണം? ഡി സബ്ഷെല്ലിലേക്കായിരിക്കണം. ക്ലിയർ അല്ലേ? അവരുടെ പെനാൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ അവരുടെ എന്താ പറയാ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. n-1 d 1 to 10 ns1 to 2. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് n-1 d ഓർബിറ്റലിലേക്കായിരിക്കും. അതിനാണ് നമ്മൾ പെനാൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഷെൽ വിച്ച് ഇസ് വാട്ട് ഈസ് പെനാൾട്ടിമേറ്റ് ഷെൽ. ക്ലിയർ അല്ലേ? സോ ദേ ഷോ എ റെഗുലർ ട്രാൻസിഷൻ ഫ്രം ദ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത്. എക്സ്ട്രീം റൈറ്റിലുള്ളത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. സോ ആ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ഇങ്ങനെ വന്ന് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആവുന്ന ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നത് ഈ ത്രൂ എന്താണ്? ആ മിഡിലുള്ള ഡി ബ്ലോക്ക് എലമെന്റ്സ് ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എസ് ബ്ലോക്കിനും ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള പി ബ്ലോക്കിനും ഇടയിലുള്ള ഈ ഒരു ബ്ലോക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കാറുള്ളത്. എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ്. പക്ഷേ എല്ലാ ഡി ബ്ലോക്ക് എലമെന്റ്സും എന്തല്ല? ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല. ട്രാൻസിഷൻ എലമെന്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓരോ മോളിക്യൂളിനും അതിന്റെ ന്യൂട്രൽ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അതിന്റെ അയോണിക് സ്റ്റേറ്റിലോ അവർക്ക് പാർഷ്യലി ഫിൽഡ് എന്ത് വേണം? ഡി ഇലക്ട്രോൺസ് വേണം. അല്ലാതെ അവരുടെ ന്യൂട്രൽ സ്റ്റേറ്റിലും അവരുടെ അയോണിക് സ്റ്റേറ്റിലും അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കണക്കാക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയാ, ഈ ഒരു കൂട്ടത്തിൽ പെടുന്ന ആളുകളാണ് നമ്മുടെ സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി. ഇവർക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ അറ്റോമിക് സ്റ്റേറ്റിലും അവരുടെ അയണിക് സ്റ്റേറ്റിലും അവർക്ക് എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണുള്ളത്. അതുകൊണ്ട് തന്നെ സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറിനെ നമ്മളൊരു ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കണക്കാക്കുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണത് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. ഡി ബ്ലോക്കിൽ വരുന്ന ആളുകളാണ്, പക്ഷെ അവരെന്തല്ല? ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല. അതുകൊണ്ട് നമുക്ക് അവരെന്ത് വിളിക്കാം? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്ന പേര്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് എപ്പോഴും പറയുന്നതാണ് അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ. ഓക്കെ, സോ ഇൻ എ ഗിവൺ ട്രാൻസിഷൻ സീരീസ് ദി അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ ഫസ്റ്റ് ഡിക്രീസസ്. നമുക്കറിയാം നമ്മുടെ ട്രാൻസിഷൻ സീരീസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ എന്താണ്? 3 to ഗ്രൂപ്പ് നമ്പർ 3 to 12 ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നമുക്കറിയാം പീരിയഡ് ഇങ്ങനെ പോകും തോറും അറ്റോമിക് റേഡിയൈ എന്താ ചെയ്യുക? ഫസ്റ്റ് ഡിക്രീസ് ചെയ്യുക. പക്ഷേ ട്രാൻസിഷൻ എലമെന്റ്സിലേക്ക് വരുന്ന സമയത്ത് അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ ഫസ്റ്റ് ഡിക്രീസസ്, then become constant and then increases towards the end of the series. അതായത് ഇങ്ങോട്ട് പോകുമ്പോൾ ആദ്യം അവരെന്ത് ചെയ്യും? കുറയും. പിന്നെ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് നിൽക്കും. ദെൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതിനൊരു പ്രത്യേക കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനൊരു കറക്റ്റ് റീസൺ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്ത് സീരീസ് ആണ് ഇത്? 3D സീരീസ് ഉണ്ട്,
4D സീരീസ് ഉണ്ട്, 5D സീരീസ് ഉണ്ട് ആൻഡ് 6D സീരീസ് ഉണ്ട്. ഇങ്ങനെ 4 സീരീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതേതാണ് 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് ആൻഡ് 6D സീരീസ്. ഇത്രയും സീരീസസ് ആണ് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ദി അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ക്വൈറ്റ് സിമിലർ. ഓക്കെ, അപ്പം ഈ 3D സീരീസിന് നമ്മൾ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എന്നാണ് വിളിക്കുന്നത്. 4D സീരീസ് ആണെങ്കിൽ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ്, 5D സീരീസ് ആണെങ്കിൽ തേർഡ് ട്രാൻസിഷൻ സീരീസ് ആൻഡ് 6D സീരീസ് ആണെങ്കിൽ ഫോർത്ത് ട്രാൻസിഷൻ സീരീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്, ഈ 4Dന്റെയും 5Dന്റെയും അറ്റോമിക് റേഡിയൈ ക്വൈറ്റ് സിമിലർ ആണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്, ലാൻത്തനൈഡ് കൺട്രാക്ഷൻ ആണ് അതിന്റെ കാരണം. ഓക്കെ ആണോ? സോ 4D സീരീസിന്റെ 5D സീരീസിന്റെ അറ്റോമിക് റേഡിയൈ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഏകദേശം ഈക്വൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ റീസൺ എന്താണ്, ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. അതെന്താന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. So, in between second and third row transition elements, 4f electrons എന്താണ് പ്രസന്റ് ആണ്. കറക്റ്റ് അല്ലേ? ഇതാണ് നമ്മൾ ഈ ലാൻത്തനോയിഡ് കൺട്രാക്ഷൻ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. സോ നമുക്കറിയാം ഇവിടെ 4D ഉണ്ട്, ഇവിടെ 5D ഉണ്ട്. അവരുടെ ഇടയിൽ ആരുണ്ടായിരിക്കും? അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ 4f ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ 4f ഇലക്ട്രോണിന്റെ ഷീൽഡിംഗ് എഫക്ട് അല്ലെങ്കിൽ അവരുടെ സ്ക്രീനിങ് എഫക്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അവർ തീരെ സ്ക്രീൻ ചെയ്യാത്തപ്പോൾ ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനായിട്ട് കഴിയും. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, 4D നിന്ന് 5Dയിലേക്ക് വരുമ്പോൾ ഒരു സൈസ് ബിഗർ ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതവിടെ സംഭവിക്കുന്നില്ല. എന്ത് ചെയ്യാണ് അവര്? ആ ഒരു പുവർ ഷീൽഡിംഗ് എഫക്ട് ഓഫ് 4f ഓർബിറ്റൽ കാരണം ആ ഒരു സൈസ് ചേഞ്ച് ചെയ്യാതെ അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ദി അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ ഓഫ് ലാൻത്തനോയിഡ്സ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇത് നമ്മൾ പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് ആദ്യം ഡിക്രീസ് ചെയ്യുന്നത്? ആദ്യം ഡിക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണം ഇവരുടെ ന്യൂക്ലിയർ ചാർജ് എന്താണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറയുന്ന റീസൺ തന്നെയാണ്. ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? സൈസ് ഡിക്രീസ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഒരു സ്ഥലത്ത് എത്തുമ്പം ഇവർ ഈക്വൽ ആവാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്ഥലത്ത് അവരുടെ ന്യൂക്ലിയർ ചാർജ് ബിക്കം ഈക്വൽ ടു എന്ത് അവരുടെ സ്ക്രീനിങ് എഫക്റ്റിന് ഈക്വൽ ആവും. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് സ്ക്രീനിങ് എഫക്റ്റിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ അവരുടെ എന്തിൽ മാറ്റം ഉണ്ടാവില്ല, അവരുടെ അറ്റോമിക് റേഡിയൈ ഒരു വിധത്തിൽ മാറാത്ത രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് എന്ത് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്. സ്ക്രീനിങ് എഫക്റ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ന്യൂക്ലിയസിന് അവർ സ്ക്രീൻ ചെയ്യും. അപ്പൊ ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് പിടിക്കാൻ പറ്റുമോ? ഇല്ല. സോ അവരുടെ സൈസ് എന്താവും, ഇൻക്രീസ് ചെയ്യും. സോ അതാണ് ഇങ്ങനെ ഒരു ഡിഫറൻസിന് ഇവിടെ കാരണം. ഇവിടെ എന്താണ്, Z എഫക്റ്റീവ് കൂടുന്നതാണ് ഇവിടെ സൈസ് കുറയാനായിട്ടുള്ള കാരണം. ഇവിടെ ഈക്വൽ ആവാനുള്ള കാരണം ന്യൂക്ലിയർ ചാർജും സ്ക്രീനിങ് എഫക്റ്റും ഒരുപോലെ ആയത്. ദെൻ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം സ്ക്രീനിങ് എഫക്റ്റ് ഗ്രേറ്റർ ദാൻ ന്യൂക്ലിയർ ചാർജ് ആയി മാറിയതുകൊണ്ടാണ് അഗെയിൻ അത് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ഇനി അതിന്റെ ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ അത് ഏകദേശം ഒരു ഈക്വൽ ആയി നിൽക്കുന്നു. ദെൻ അഗെയിൻ ഇത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇനി 4Dന്റെയും 5Dന്റെയും കാര്യം നമുക്ക് പറയാം. ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് കാണില്ല ഈ രണ്ട് ലൈനുകളും തമ്മിൽ. എന്താ കാരണം? ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ ആണ് അതിന്റെ കാരണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം എടുത്ത് നോക്കുകയാണെങ്കിൽ സിർക്കോണിയത്തിന്റെ 160 പൈക്കോമീറ്ററും ഹാഫ്നിയത്തിന്റെ 159 പൈക്കോമീറ്ററും ആണ് രണ്ടും. ഈ സിർക്കോണിയം വരുന്നത് 4D സീരീസിലും ഹാഫ്നിയം വരുന്നത് 5D സീരീസിലുമാണ്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി മെൽറ്റിംഗ് പോയിന്റിന്റെ കാര്യമാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ഇൻ എ ഗിവൻ ട്രാൻസിഷൻ സീരീസ് ദ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഫസ്റ്റ് ഡിക്രീസസ് അപ് ടു ദ മിഡിൽ ആൻഡ് ദെൻ ഡിക്രീസസ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റിൽ നമുക്കറിയാം അവരുടെ ഇന്റർ അറ്റോമിക് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇന്റർ മോളിക്കുലാർ ഇന്ററാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചാണ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്ത് ചെയ്യുന്നത്, ഡിഫർ ചെയ്യുന്നത്. അപ്പൊ ഇവർക്കിടയിൽ ഇത് മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എന്താ ഉണ്ടായിരിക്കുക, മെറ്റാലിക് ബോണ്ട് ആണ് ഉണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇവരുടെ ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് പറയുമ്പോൾ ഫസ്റ്റ് അവർ എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണെന്നാ ചെയ്യുന്നത്. ടിൽ മിഡിൽ വരെ അത് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ദെൻ അത് എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, ബോയിൽ ചെയ്യും. ഓക്കെ, സോ എന്തുകൊണ്ടാണ് അത് മിഡിൽ വരെ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണം? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മെറ്റാലിക് ബോണ്ടും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം നമുക്കറിയാം ആ ഒരു ആറ്റവും ഒരു ഫ്രീ ഇലക്ട്രോണും തമ്മിലുള്ള ബോണ്ടിനെയാണ് നമ്മൾ ശരിക്കും മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത്. സോ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മെറ്റാലിക് ബോണ്ട് ഇൻക്രീസ് ചെയ്യും. മെറ്റാലിക് ബോണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇൻക്രീസ് ചെയ്യും, അവരുടെ ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ നമ്മൾ മിഡിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവരെന്ത് ചെയ്യും, പെയറിംഗ് തുടങ്ങിയിട്ട് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കുറയും. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കുറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് കുറയും, അല്ലെങ്കിൽ അവരുടെ മെറ്റാലിക് ബോണ്ട് കുറയും. മെറ്റാലിക് ബോണ്ട് കുറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറയും.
ഓക്കെ അല്ലെ? അപ്പോൾ അതാണ് എന്ത്, നമ്മുടെ ഒരു ഘടകം, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകം എന്താണ്, മെറ്റാലിക് ബോണ്ട് ആണ്. വേറൊരു ഫാക്ടർ ആണ് എന്ത്, ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ. അതായത് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റിനെ എഫക്ട് ചെയ്യുന്ന വേറൊരു ഫാക്ടർ ആണ് എന്ത്, ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ എന്താണ്, അനദർ ഫാക്ടർ ആണ് നമുക്കുള്ളത് ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ്, അതായത് 4D ആൻഡ് 5D സീരീസിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഫസ്റ്റ് റോ ഡ്യൂ ടു ദെയർ ഹയർ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. അതായത് 3Dനെ കാട്ടും കൂടുതലാണ് ആർക്ക്, നമ്മുടെ 4D ആൻഡ് 5D സീരീസിന്റെ എന്ത് വരുന്നത് അവരുടെ മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡർ വരുന്നത്. എന്തുകൊണ്ടാണ്? 4Dയിലെയും 5Dയിലെയും എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കൂടുതലായതാണ് എന്ത്, ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും, അവരുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടും എന്നുള്ളത്. സോ നമുക്കറിയാം ക്രോമിയത്തിന്റെ വരുന്നത് എന്താണ്, 3D 5 4s1 5 മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ അവർക്ക് തീർച്ചയായിട്ടും എന്താണ്, കൂടുതലാണ്. പക്ഷെ നിങ്ങൾ മാംഗനീസ് നോക്കി നോക്കൂ, മാംഗനീസിലും എന്താണ് 3D 5 തന്നെയല്ലേ ഉള്ളത്. പക്ഷെ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും എന്താണ്, വളരെ വളരെ കുറവാണ്. എല്ലാത്തിനെക്കാട്ടും കുറവാണ് എന്ത്, മാംഗനീസിൻ്റെത്. അതിനും റീസൺ ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ മാത്രമല്ല റീസൺ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്, എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. സോ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് അത് മാംഗനീസിന് എന്താണ്, കുറവാണ്. അതുകൊണ്ടാണ് മാംഗനീസിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറഞ്ഞു പോയത്. പക്ഷെ നമ്മൾ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് സ്ട്രോങ്ങർ മെറ്റാലിക് ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഹയർ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് കിട്ടിയത് ആർക്കെയാണ്, കോപ്പറിനും ക്രോമിയത്തിനും. ക്രോമിയത്തിന് നിങ്ങൾ നോക്കുക, ക്രോമിയത്തിന് വളരെ എന്താണ്, കൂടുതലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ ഇവിടെ കോപ്പർ നോക്കൂ, ബാക്കി എല്ലാത്തിന്റെ മേലെയാണ് ആര് വരുന്നത്, കോപ്പർ വരുന്നത്. സോ ക്രോമിയം, മോളിബ്ഡിനം ആൻഡ് ടങ്സ്റ്റൺ, ക്രോമിയം, മോളിബ്ഡിനം ആൻഡ് ടങ്സ്റ്റൺ, ഇവർക്ക് 3 പേർക്ക് നോക്കുകയാണെങ്കിൽ D5 കോൺഫിഗറേഷൻ ആണുള്ളത്. സോ ദേ ഹാവ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇതിൽ എക്സെപ്ഷൻ ആണ് നമുക്കുള്ളത് ആരൊക്കെ, മാംഗനീസ് ആൻഡ് ടെക്നീഷ്യം ആണ്. ഇവർക്ക് D5 കോൺഫിഗറേഷൻ ആണെങ്കിൽ പോലും അവരുടെ മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. റീസൺ ബിഹൈൻഡ് ദിസ് എന്താണ്, ഡ്യൂ ടു വീക്ക് മെറ്റാലിക് ബോണ്ട് അല്ലെങ്കിൽ ലോ ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ ആണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞു പോയതും ക്രോമിയം, മോളിബ്ഡിനം ആൻഡ് ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടാനും ഉള്ള റീസൺ. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് നമുക്ക് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ മാംഗനീസിന്റെയും ടെക്നീഷ്യത്തിന്റെയും എന്താണ്, ഇത് കുറവാണ്. ദെൻ നമ്മൾ മുന്നേ പറഞ്ഞു എന്താണ്, 3Dനെക്കാട്ടും എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കൂടുതലുണ്ട് 4D ആൻഡ് 5D. അതുകൊണ്ട് തന്നെ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, കൂടുതലാണ് എന്നുള്ള കാര്യം. സോ ഡ്യൂ ടു മോർ മെറ്റൽ ബോണ്ടിങ് ഇൻ കോമ്പൗണ്ട്സ് ഓഫ് ഹെവി ട്രാൻസിഷൻ മെറ്റൽസിലെ കോമ്പൗണ്ട്സിലെ മോർ മെറ്റൽ ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ് അവരുടെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കൂടാനായിട്ടുള്ള കാരണം എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്കുള്ളത് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൽ നിന്നും അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ കളയാനായിട്ട് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് എനർജി അങ്ങോട്ട് കൊടുക്കണമോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അയോണൈസേഷൻ എൻതാൽപ്പി. എന്താണ് ഈ അയോണൈസേഷൻ എൻതാൽപ്പി എന്നുള്ളതാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ അയോണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. Okay, so after the removal of one electron, the relative energy of 4s and 3d orbitals get changed. അതായത് ഇപ്പൊ എനിക്ക് 4s ഉണ്ട് 3d ഉണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു ഇലക്ട്രോണിനെ ഞാൻ കളയാണെന്ന് പറയുമ്പോൾ s എന്നാണ് പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇവരുടെ എനർജികൾ തമ്മിൽ എന്ത് ചെയ്യും, ചേഞ്ച് ഉണ്ടായിരിക്കും. ഹെൻസ് ദ റിമൈനിങ് ഇലക്ട്രോൺസ് ഇൻ 4s ലെവൽ ഈസ് ട്രാൻസ്ഫേർഡ് ടു 3d ലെവൽ. അതായത് ഇപ്പൊ ഇവിടെ 4s2 ആണെങ്കിൽ അതിനിപ്പം ഇപ്പൊ 3d 3 4s2 ആണ് നിങ്ങൾ വിചാരിക്കുക. ഇവിടുന്ന് ഒരു ഇലക്ട്രോണെ ഞാൻ കളയുമ്പോൾ എന്തായിട്ട് മാറും, 3d 3 4s1 ആയിട്ട് മാറും. ഈ സമയത്ത് ഈ 1 ഇലക്ട്രോൺ എങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, 3Dയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ എനർജി ലെവലുകൾ അല്ലെങ്കിൽ എനർജി ഡിഫറൻസ് എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ അവിടുന്ന് പോകുന്ന സമയത്ത്. സോ ദ യൂണിപോസിറ്റീവ് അയോൺസ് ഹാവ് DN കോൺഫിഗറേഷൻ വിത്ത് നോ 4s ഇലക്ട്രോൺ. അവിടെ എന്താകും, അപ്പോൾ എന്തായിട്ട് മാറും, ഇത് 3D 4 4s 0 ആയിട്ട് മാറും. സോ ഒരു ഇലക്ട്രോൺ പോയാൽ തന്നെ ഇവരെന്ത് ചെയ്യും, എസ്സിലുള്ള ഇലക്ട്രോൺസ് 3Dയിലേക്ക് വരും. എന്നിട്ട് 3DN കോൺഫിഗറേഷനും എന്താ പറയുക 4s 0യുമായിട്ട് അവരെന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇങ്ങനെ നടക്കുന്ന ആ ഒരു എക്സ്ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദിസ് റീഓർഗനൈസേഷൻ ഓഫ് ഇലക്ട്രോൺ സം എനർജി ഈസ് റിലീസ്ഡ്. ആ ഒരു റീഓർഗനൈസേഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും, അവർ റിലീസ് ചെയ്യും. ആ എമൗണ്ട് ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എക്സ്ചേഞ്ച് എനർജി. എന്താ വിളിക്കുക, എക്സ്ചേഞ്ച് എനർജി എന്നാണ് നമ്മൾ വിളിക്കുന്ന പേര്.
So the net energy required to remove the first electron is equal to the sum of ionization enthalpy and exchange energy. ഇതും കൂടെ നമ്മൾ കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഇലക്ട്രോൺ അവിടുന്ന് കളയാനായിട്ട് കഴിയുള്ളൂ. സോ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഈക്വൽ ടു എന്താണ്, അയണൈസേഷൻ എന്താൽപ്പി പ്ലസ് എക്സ്ചേഞ്ച് എനർജി അമൗണ്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ, ആ ഇലക്ട്രോൺ അവിടുന്ന് കളയാൻ പറ്റുള്ളൂ. കാരണം ആ ഇലക്ട്രോൺ അവിടുന്ന് പോയിട്ട് വേറെ എന്തും കൂടെ നടക്കണം, എക്സ്ചേഞ്ചും കൂടെ നടക്കണം. അപ്പൊ എന്ത് ചെയ്യണം, അവർക്ക് അമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യണം. അങ്ങനെ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ അതെന്ത് ചെയ്യണം, കൊടുക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ആർ ലോ. എന്തുകൊണ്ടായിരിക്കും അവരുടെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി കുറയാനുള്ള കാരണം? ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 3d5 ആണ്. കോപ്പറിനതാണെങ്കിലോ 3d10 ആണ്. ക്ലിയർ അല്ലേ? നിങ്ങൾ നോക്കൂ, ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താവും, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടുള്ള എന്ത് കിട്ടും, ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടില്ലേ? സോ ഈ ഇലക്ട്രോൺ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗം കളയാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് ഈസി ആയിട്ട് ഇലക്ട്രോൺ അവിടുന്ന് റിലീസ് ചെയ്യാനായിട്ട് കഴിയും. സോ ദിസ് ഈസ് ബിക്കോസ് ദ റിമൂവൽ ഓഫ് വൺ ഇലക്ട്രോൺ ഡസ് നോട്ട് ചേഞ്ച് ദെയർ ഡീകോൺഫിഗറേഷൻ. അവരുടെ ഡീകോൺഫിഗറേഷനിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. അവിടെ ഒരു എക്സ്ചേഞ്ച് എനർജിന്റെ ആവശ്യം അവർക്കില്ല. ഇവിടെ പോയി കഴിഞ്ഞാൽ തന്നെ അവരെന്തായിട്ട് മാറി, 3d5 അല്ലെങ്കിൽ ഇവിടെ 3d10 ആയിട്ട് മാറി. ഇവിടെ നീ എക്സ്ചേഞ്ച് എനർജി ആവശ്യമുണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പക്ഷെ നമ്മൾ സിങ്കിൻ്റെത് നോക്കുകയാണെങ്കിൽ ദെയർ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം എന്താണ്, റിമൂവൽ ഓഫ് വൺ ഇലക്ട്രോൺ എന്ന് പറയുന്നത് യെസ് ഓക്കെ അവരുടെ 3D കോൺഫിഗറേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം 3d10 അവർ നിൽക്കുന്നത്. ഈ എസ്സിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോണിനെ എടുക്കണം, വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട്. കാരണം എസ്സിന്റെ സ്ക്രീനിങ് എഫക്റ്റ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അവർ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസ് ആയിട്ട് അവർ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ ഈ 4s2 കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനിൽ നിന്നും ഒരു ഇലക്ട്രോൺ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ, ആൻഡ് ഓൾസോ ഇവിടെ ചേഞ്ച് ചെയ്യാനും പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ചേഞ്ചും നടക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് സിങ്ക് വളരെ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ആർ വെരി ഹൈ. കാരണം എന്താ, നമുക്കറിയാം ഇവരെന്താണ്, അവരുടെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലുള്ളത്. സോ ഇതാണ് ഇവരുടെ എന്ത് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോണെ കളയണം, ഇവിടുന്ന് ഒരു ഇലക്ട്രോണെ കളയണം, വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട്. കാരണം അവർ ഇവരുടെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? ഞാൻ ഈ ഒരു എന്താ പറയുക യെല്ലോ കളറിൽ എഴുതിയ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, റീസൺസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. Okay, next one, second ionization enthalpy of manganese zinc are low. Second ionization enthalpy of manganese ഉം zinc ഉം low ആണെന്ന് പറയാൻ കാരണം എന്താ, സിങ്കിന്റെ സെക്കൻഡ് അയണൈസേഷൻ enthalpy എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അവരുണ്ടായിരിക്കുക. മാംഗനീസിന്റെതോ 3d5 ഇങ്ങനെയായിരിക്കും അവരുണ്ടായിരിക്കുക. സോ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഓരോ ഇലക്ട്രോണിനെ കളയാന്ന് പറയുന്നത് വളരെ എന്താണ്, കൺവീനിയന്റ് ആണ്. കാരണം അവർക്ക് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിങ്കിന്റെയും മാംഗനീസിന്റെയും സെക്കൻഡ് അയണൈസേഷൻ enthalpy എന്തായിരിക്കും, വളരെ ലോ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു എന്താ പറയാ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ലൈക്ക് നമ്മൾ എന്താ പറഞ്ഞത്, മാംഗനീസിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. സോ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്താണ്, അവരത് കുറവാണ്. ഓക്കെ അല്ലേ? സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ അയണൈസേഷൻ എന്താൽപ്പിയിൽ പറഞ്ഞത്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3D 4D 5D നോക്കുന്ന സമയത്ത് 5D ആയിരിക്കും ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എന്താൽപ്പി ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം. ഡ്യൂ ടു എന്താണ്, പുവർ ഷീൽഡിംഗ് എഫക്ട് ഓഫ് 4f ഓർബിറ്റൽ, അതായത് ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ട്. സോ പുവർ ഷീൽഡിംഗ് എഫക്ട് ആയത് കാരണം തന്നെ എന്തായിരിക്കും നമ്മുടെ 5D ആൻഡ് 4D ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എന്താൽപ്പി ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് വൺ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ അവിടെ തന്നെയാണ് നമ്മുടെ സ്കാൻഡിയം ടു മാംഗനീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാംഗനീസിനാണ് മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാനായിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ളത്. സോ സ്കാൻഡിയം +3 ആണ്, ടൈറ്റാനിയം +2 +3 +4 കാണിക്കാം, വനേഡിയം +2 +3 +4 +5 എല്ലാം കാണിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് മാംഗനീസ് ആയതുകൊണ്ട് തന്നെ മാംഗനീസ് ആണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് എന്ത് കാണിക്കുന്നത്, മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നത്. ഓക്കെ, യെസ്. സോ
ഡ്യൂ ടു സിമിലർ എനർജീസ് ഓഫ്, നമുക്കറിയാം N-1Dക്കാണ് കൂടുതൽ എനർജി ദാൻ NS എന്നുള്ളത്. പക്ഷെ ഇവരുടെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ എന്താണ്, കുറവാണ്. സോ ഡ്യൂ ടു ദ സിമിലർ എനർജീസ് ഓഫ് NS ആൻഡ് N-1D ഓർബിറ്റൽസ്, ഇലക്ട്രോൺസ് ബോത്ത് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ടു ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇവരിന്ന് രണ്ടെന്നുമുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എന്താ പറയുക ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ മാംഗനീസിന്റെ കാര്യം തന്നെ എടുത്ത് നോക്കുക, അത് 3D5 4s2 എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് ഇവിടുന്ന്, സെക്കൻഡ് ഇലക്ട്രോൺ പോകുന്നതും ഇവിടുന്ന്, ദെൻ 3+3+4+5+6+7 വരെ കാണിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ D ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിനെയും S ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിനെയും അവർ യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ടാണ് അവർക്ക് N-1D ഓർബിറ്റലിലും NSലുമുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാനായിട്ട്. Okay, the next one, maximum oxidation state increases up to the middle and then decreases. ഈ കാര്യം നമുക്ക് അറിയുന്നതാണ്. മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, അങ്ങോട്ട് പോകും തോറും, അതായത് നമ്മൾ ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ്, ദെൻ അഗെയിൻ അത് ഡിക്രീസ് ചെയ്യാണ് എന്നുള്ള കാര്യം. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദെൻ അങ്ങോട്ട് പോകുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യുകയാണ്. ക്ലിയർ അല്ലേ? ദ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ നമ്മൾ വരുന്ന സമയത്ത് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. ഇൻ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ട്രാൻസിഷൻ എലമെന്റ് മെയിൻലി ഫോംസ് അയോണിക് കോമ്പൗണ്ട്സ്. അവരുടെ എന്താ പറയുക ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അവർ കാണിക്കുന്ന എന്തായിരിക്കും, അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും അവർ കൂടുതലും ഉണ്ടാക്കുന്നുണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞത്. അതേപോലെ അവർക്കുള്ള വേറെ പ്രോപ്പർട്ടിയാണത് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്താണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ലൈക്ക് അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളതാണ് അതിലൊരു കാരണം പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, അവർക്ക് ലാർജ് സർഫസ് ഏരിയ ഉണ്ടായിരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സിന്, അതാണ് അവരുടെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള നെക്സ്റ്റ് റീസൺ. ദെൻ തേർഡ് റീസൺ, ദെയർ എബിലിറ്റി ടു ഫോം കോംപ്ലക്സസ്, കോർഡിനേഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്, നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. സോ ഈ 3 കാരണം കൊണ്ടാണ് അവർക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത്, ഒരു കാറ്റലിറ്റിക് പ്രോപ്പർട്ടി അവർക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇവർ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്കുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്, ഹേബേഴ്സ് പ്രോസസ്. എന്താ ഹേബേഴ്സ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹേബേഴ്സ് പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്, അയേൺ കാറ്റലിസ്റ്റ് ആണ്, വിച്ച് ഈസ് എ ഡി ബ്ലോക്ക് എലമെന്റ്. ഓക്കെ, നമുക്ക് ഒരുപാട് അതുപോലത്തെ എക്സാമ്പിൾസ് ഉണ്ട്. കോണ്ടാക്ട് പ്രോസസ് എന്താണ്, പ്രിപ്പറേഷൻ മെത്തേഡ് ഓഫ് H2SO4. H2SO4ന്റെ പ്രിപ്പറേഷൻ മെത്തേഡിൽ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡിനെ നമ്മൾ സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്, വിച്ച് ഇസ് എ ഡി ബ്ലോക്ക് എലമെന്റ്. എന്നിട്ട് ഈ സൾഫർ ട്രയോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ലിക്വിഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിനെ ഒലിയമാക്കി മാറ്റും. ഒലിയത്തിന് നമ്മൾ ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ലിക്വിഫൈ ചെയ്തിട്ടാണ് സംഭവിക്കുക. ലിക്വിഫൈ അല്ല, നമ്മൾ വാട്ടറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിയാക്ട് ചെയ്യിപ്പിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇവർ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്താണ് അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനായിട്ട് നമുക്കുള്ള ഇക്വേഷൻ ആണ് എന്ത്, ഇതെന്താണ്, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്. എന്താണ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ മ്യൂ ഇസ് ഈക്വൽ ടു √n × n+2 എന്ന് നമുക്ക് കിട്ടും. വേർ n ഇസ് ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. എന്താണ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിനാണ് നമ്മൾ n എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ സ്കാൻഡിയം 3+ എന്ന് പറയുമ്പോൾ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ, അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 3d0 ആണ്. സോ അവരുടെ എന്താ പറയുക അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം 0 ആയതുകൊണ്ട് തന്നെ അവരുടെ സ്പിന്നോളി മാഗ്നറ്റിക് മൊമെന്റും എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ടൈറ്റാനിയം 3+ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. സോ അവർ കാണിക്കുന്നത് 1.73 ആയിരിക്കും അവരുടെ സ്പിന്നോളി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഓരോന്നിന്റെയും കണ്ടുപിടിക്കാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, അവർക്ക് എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള പ്രോപ്പർട്ടി. സോ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് അവർക്ക് പഠിച്ചു കഴിഞ്ഞു. മോസ്റ്റ് ഓഫ് ദം ആർ മെറ്റൽസ്. അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു എന്താണ്, കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ദെൻ അവർക്ക് എന്തുണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് എന്തുണ്ട്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. സോ അവര് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ള കാരണം എന്തായിരുന്നു, ഡി ട്രാൻസിഷൻ കാരണമാണ് അവർ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്.
ഓക്കെ, യെസ്. ഇനി നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആളുകളെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, നെക്സ്റ്റ് വൺ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. അപ്പൊ നമുക്ക് ആദ്യം K2Cr2O7ന്റെ കാര്യം നോക്കാം, അല്ലെങ്കിൽ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ കാര്യം നോക്കാം. സോ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ കളർ വന്നിട്ട് ഉള്ളത് എന്ത് കളറിലാണുള്ളത്? ഒരു ബ്രിക്ക് റെഡ് പോലത്തെ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറാണ് ആർക്കുള്ളത്? നമ്മുടെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിനുള്ളത്. സോ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം K2Cr2O7 ആണത്. സോ അവിടെ നമുക്ക് ഒന്നുകിൽ CrO4 2- എന്നുള്ള ക്രോമേറ്റ് അയോണിന്റെ സ്ട്രക്ചർ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ Cr2O7 2- എന്ന് പറയുന്ന ഡൈക്രോമേറ്റ് അയോണിന്റെ സ്ട്രക്ചറുമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇപ്പോൾ. ഓക്കെ, യെസ്. ഇനി എങ്ങനെയാണ് അവരുടെ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എടുക്കേണ്ട ആളാരാണ്? ക്രോമൈറ്റ് ഓർ. അയേണിന്റെ ഒരു ഓർ ആണ് എന്ത്? ക്രോമൈറ്റ് ഓർ. അതിനെ നമ്മൾ സോഡിയം കാർബണേറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓക്സിഡേഷൻ നടത്തും, അല്ലെങ്കിൽ ഓക്സിജനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത്, ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ അതിനെ എന്താ പറയുക, റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഈ ക്രോമൈറ്റ് ഓറിലും സോഡിയം കാർബണേറ്റും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തായിട്ട് മാറും? ഇത് എന്തായിട്ട് മാറും? സോഡിയം ക്രോമേറ്റ് ആയിട്ട് മാറും. CrO4 അല്ലെങ്കിൽ CrO4 2- ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി എന്നിട്ട് ഫെറിക് ഓക്സൈഡ് ഉണ്ടാവും, കൂടെ 8 കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്കിപ്പോ എന്തുണ്ടായി? അത് സോഡിയം ക്രോമേറ്റ് ആയിട്ട് മാറി. നമുക്ക് വേണ്ട എന്താണ്? പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആണ്. സോ നമ്മൾ ഇനി അതിന് എന്തായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ അത് സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. ഈ സോഡിയം ഡൈക്രോമേറ്റിനെ ഇനി നമുക്ക് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആക്കാൻ ഒരു പണിയില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ നമ്മൾ പൊട്ടാഷ്യം ആയിട്ട് അല്ലെങ്കിൽ പൊട്ടാഷ്യം ക്ലോറൈഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ സോഡിയത്തിന്റെ സ്ഥലത്ത് ആര് വന്ന് നിന്നോളും? പൊട്ടാഷ്യം വന്ന് നിന്നോളും. സോ നമ്മൾ എടുക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ അയേണിന്റെ ഓർ ആയിട്ടുള്ള ക്രോമൈറ്റ് ഓർ എടുക്കുന്നു, അതിനെ സോഡിയം കാർബണേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോഡിയം ക്രോമേറ്റ് ആയിട്ട് മാറും. ഈ സോഡിയം ക്രോമൈറ്റും കൂടെ ആരുണ്ടാവുക? ഫെറിക് ഓക്സൈഡ് ഉണ്ടായിരിക്കും, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കും. ഈ സോഡിയം ക്രോമേറ്റിനെ ഞാൻ H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാഷ്യം ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, പൊട്ടാഷ്യം എന്താ പറയാ ഡൈക്രോമേറ്റ് ആയിട്ട് അത് മാറുന്നു. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഈ മെത്തേഡ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് അവരുടെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ K2Cr2O7 നമുക്കറിയാം വെരി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ വെരി പൊട്ടന്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് എന്നുള്ളത്. സോ അസിഡിക് മീഡിയത്തിൽ അവർക്ക് എന്തുണ്ട്? ഓക്സിഡൈസിങ് ആക്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. Fe2+ എന്ന് പറയുന്ന ആളെ അസിഡിക് മീഡിയത്തിൽ എടുക്കുമ്പോൾ Cr2O7ന്റെ പ്രസൻസിലാണെങ്കിൽ ഇയാൾക്ക് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. അല്ലെങ്കിൽ ഇതൊരു ഈ Cr2O7 2- ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തു നമുക്ക് പറയാം. കാരണം Cr2O7 2- ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരുന്നത് നമുക്കറിയില്ലെങ്കിൽ 2x + 7 × -2 = -2 നമുക്ക് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ 2x - 14 = -2 എന്ന് എഴുതാലോ. 2x = 12 എന്ന് കിട്ടുമല്ലോ. x = +6 എന്ന് കിട്ടിയല്ലോ. സോ +6ൽ നിന്നും അവരെന്തായിട്ട് മാറി? +3 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് അവർക്ക് എന്താ സംഭവിച്ചത്? റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അവർക്ക് റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായിട്ട് ആക്ട് ചെയ്തു എന്ന അർത്ഥം? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തു എന്നല്ലേ അർത്ഥം. സോ Fe2+നെ Fe3+ ഇൻ അസിഡിക് മീഡിയം ആക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? Cr2O7 2- യൂസ് ചെയ്യാം. കാരണം അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇനി അയഡിനെ എടുത്ത് നോക്കൂ. അയഡിൻ -നെ 0 ആക്കി മാറ്റി. അഗെയിൻ ഇവിടെ നടന്നത് എന്താണ്? ഓക്സിഡേഷൻ ആണ്. സോ ആ ഓക്സിഡേഷന് കാരണമായതും അഗെയിൻ ആര് തന്നെയാണ്? നമ്മുടെ ഡൈക്രോമേറ്റ് അയോൺ തന്നെയാണ്. സോ കെമിക്കൽ റിയാക്ഷനിൽ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻ ആസിഡിക് മീഡിയം ദേ ക്യാൻ ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഇനി അവര് ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യുക? ക്രോമിയം ഓക്സൈഡ് ആണ് അവരെന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. ക്രോമിയം ഓക്സൈഡ് പെറോക്സൈഡ് ആണ് അവരെന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നുണ്ടായിരിക്കുക. ഇവിടെയാണ് നമ്മുടെ പെറോക്സൈഡ് ലിങ്കേജ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ക്രോമിയം ഓക്സൈഡ് പെറോക്സൈഡ് ആയിരിക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. H2O2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ബട്ടർഫ്ലൈ സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ദിസ് ഇസ് വാട്ട് ഇസ് ബട്ടർഫ്ലൈ സ്ട്രക്ചർ. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 4 5 6 ആണ് ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നുണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? 10 എന്നൊക്കെ കിട്ടും. വിച്ച് ഇസ് നോട്ട് ദി ആൻസർ. എന്താണ്? 6 ആണ്. കാരണം ഇവിടെ ഇവർക്കിടയിൽ വരുന്നത് ഒരു പെറോക്സൈഡ് ലിങ്കേജ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിക്കുക. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ,
അപ്പൊ ഇവരുടെ കളർ വരുന്നത് എന്താണ്, ഈ ക്രോമിയം ഓക്സൈഡ് പെറോക്സൈഡിന്റെ കളർ എന്താണ്, ഒരു ഡീപ്പ് ബ്ലൂ കളർ ആയിരിക്കും. സോ K2Cr2O7 എങ്ങനെ ഉണ്ടാക്കാന്ന് പഠിച്ചു, അവരുടെ 2 കെമിക്കൽ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് പൊട്ടാഷ്യം പെർമാംഗനേറ്റിലേക്കാണ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷൻ മെത്തേഡും അവരുടെ കെമിക്കൽ റിയാക്ഷനുമാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. സോ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ കളർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ഡാർക്ക് പേർപ്പിൾ ക്രിസ്റ്റൽസ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഡാർക്ക് പേർപ്പിൾ ക്രിസ്റ്റൽ ആണ്. അവരുടെ സ്ട്രക്ചർ MnO4- അല്ലെങ്കിൽ പെർമാംഗനേറ്റിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിന് പേർപ്പിൾ കളർ ആയിരിക്കും. മാംഗനേറ്റ് അയോണിലേക്ക് പോകുമ്പോൾ അതിന്റെ കളർ എന്തായിരിക്കും, ഗ്രീൻ കളർ ആയിരിക്കും. MnO4 പോകുമ്പോൾ അതെന്തായിരിക്കും, ഗ്രീൻ കളറായി മാറും. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് ഒരുപാട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. സോ ഫ്രം മിനറൽ പൈറോലുസൈറ്റ് എന്ന് പറയുന്ന മിനറലിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. സോ അതിന് നമ്മൾ MnO2, നമ്മുടെ പൈറോലുസൈറ്റ് എന്ന് പറയുന്ന ഈ മിനറലിനെ നമ്മൾ ആദ്യം പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ഓക്സിജനായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ അതെന്തായിട്ട് മാറും, പൊട്ടാഷ്യം മാംഗനേറ്റ് ആയിട്ട് മാറും. ഓക്കെ, പെർമാംഗനേറ്റ് നമുക്ക് വേണ്ടത് KMnO4 ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇവരെന്തായിട്ട് മാറി, പൊട്ടാഷ്യം മാംഗനേറ്റ് അല്ലെങ്കിൽ ഗ്രീൻ കളറുള്ള അയോൺ ആയിട്ട് ഇവരെന്ത് ചെയ്തു, മാറി. എന്നിട്ട് ഈ പൊട്ടാഷ്യം മാംഗനേറ്റിനെ അല്ലെങ്കിൽ മാംഗനേറ്റ് അയോണിനെ നമ്മൾ എന്ത് ചെയ്യും, അസിഡിഫിക്കേഷൻ നടത്തും. അപ്പോൾ ഇതിന്റെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്, മാംഗനേറ്റ് അയോണിന്റെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സോ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ മാംഗനേറ്റിന്റെ അല്ലെങ്കിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 6 ആണ്. MnO4- ആവുന്ന സമയത്ത് അത് +7 ആയിട്ട് മാറുന്നുണ്ട്. MnO2 ആയി മാറുമ്പോൾ അത് +4 ആയിട്ട് മാറും. സോ 6 4 ആവുന്നതും 7 ആവുന്നതും രണ്ടും ആർക്കാ സംഭവിക്കുന്നത്, മാംഗനീസിന്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് എന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. ഇപ്പൊ എന്തായിട്ട് മാറി, പെർമാംഗനേറ്റ് അയോൺ ആയിട്ട് മാറി. അതെന്തായിരിക്കും, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ആദ്യം നമ്മൾ പൈറോലുസൈറ്റ് എന്ന് പറയുന്ന MnO2 നമ്മൾ എടുത്തിട്ട്, ആ മിനറൽ നമ്മൾ എടുത്തിട്ട് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഓക്സിജൻ ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പൊട്ടാഷ്യം മാംഗനേറ്റ് നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ അസിഡിഫിക്കേഷൻ നടത്തിയാൽ മതി, അല്ലെങ്കിൽ H+ന്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. നമുക്കതിനെ പെർമാംഗനേറ്റ് ആക്കി മാറ്റാനായിട്ട് കഴിയും. നെക്സ്റ്റ് അവരുടെ കമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. എഗെയിൻ നമ്മൾ പൈറോലുസൈറ്റ് എടുക്കുന്നു, ഫ്യൂസ്ഡ് വിത്ത് KOH ആൻഡ് ഓക്സിഡൈസ്ഡ് വിത്ത് എയർ നമുക്ക് മാംഗനേറ്റ് അയോൺ ഉണ്ടാക്കുന്നു. ജസ്റ്റ് ദ സെയിം തിങ് ഓൺലി. അപ്പോൾ സ്റ്റെപ്പ് സെയിം ആസ് എന്താ നമ്മുടെ പ്രീവിയസ് റിയാക്ഷന്റെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ഒരു മാംഗനേറ്റ് അയോൺ എടുത്തിട്ട് ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത്. സ്റ്റെപ്പ് 2 ആണ് എന്ത് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. കൊമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, മാംഗനേറ്റ് അയോണിന്റെ ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതെന്തായിട്ട് മാറും, MnO4- ആയിട്ട് മാറും, അല്ലെങ്കിൽ പെർമാംഗനേറ്റ് അയോൺ ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയും. ഓക്കെ ആണോ, ക്ലിയർ ആണോ? സോ ഇതാണ് എന്ത് അവരുടെ കമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ വരുന്നത്. സോ നമ്മൾ നോർമൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പറഞ്ഞു, കമേഴ്ഷ്യൽ പറഞ്ഞു. ഇനി നമുക്ക് ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ് പെർമാംഗനേറ്റ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ എഗെയിൻ നമ്മൾ Mn2+ എടുക്കുന്നു, അതിനെ പെറോക്സോ ഡൈസൾഫൈറ്റ് S2O8 2- ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നേരെ പെർമാംഗനേറ്റ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ നമ്മൾ Mn2+ അയോണിനെ എടുക്കുന്നു, അതിനെ പെറോക്സോ ഡൈസൾഫേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആരായിട്ട് മാറും, പെർമാംഗനേറ്റ് ആയിട്ട് മാറും. ഈ റിയാക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇത്രയും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് അവരുടെ കെമിക്കൽ റിയാക്ഷൻ ആണ്. അവർ ഹീറ്റുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ അതിനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ KMnO4 പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ എടുത്ത് ഞാൻ 513 കെൽവിനിൽ ഞാൻ ഹീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാഷ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡുമായിട്ട് മാറും. എന്താ നടക്കുക, പൊട്ടാഷ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡുമായിട്ട് അവരെന്ത് ചെയ്യും, മാറും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ അവരുടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി. അഗെയിൻ നമ്മൾ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അസിഡിക് മീഡിയത്തിൽ ഇവരും നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ I- എന്താവാൻ കാരണം, ഇവിടെ I2 ആയിട്ട് മാറാനായിട്ടുള്ള കാരണം. ദിസ് ഇസ് ഓൾസോ ആക്ടിങ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. ഇൻ ന്യൂട്രൽ അല്ലെങ്കിൽ ഫെയിൻലി ആൽക്കലൈൻ സൊല്യൂഷൻ ആണെങ്കിൽ അവരുടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി എന്താണ്, അയോഡേറ്റ് ആയിട്ട് മാറാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ്, അയോഡേറ്റ് ആയിട്ട് മാറാ ചെയ്യുന്നത്. ഇൻ ന്യൂട്രൽ അല്ലെങ്കിൽ ഫെയിൻലി ആൽക്കലൈൻ സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ D ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് F ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ടുള്ളത്. F ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദർ ഓൾസോ കോൾഡ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ നമ്മുടെ ലന്താനത്തിന് ശേഷമുള്ള 14 ഇലക്ട്രോൺസ് ആൻഡ് ആക്ടീനിയത്തിന് ശേഷമുള്ള 14 ഇലക്ട്രോൺസ്, ഇങ്ങനെ ടോട്ടൽ 28 ഇലക്ട്രോൺസ് അല്ല,
എലമെന്റ്സ് ആണ് കേട്ടോ. അങ്ങനെ ടോട്ടൽ 28 എലമെന്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റിൽ നമുക്ക് പോസിബിൾ ആയിട്ടുണ്ടായിരിക്കുക. അതിൽ ലാന്തനോയിഡ്സ് എന്നും ഫസ്റ്റ് വണ്ണിന് നമുക്ക് ലാന്തനോയിഡ്സ് എന്നും സെക്കൻഡ് വണ്ണിന് ആക്ടിനോയിഡ്സ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ലാന്തനോയിഡ്സിന് ഒരു സിൽവറി വൈറ്റ് മെറ്റൽ ആണ് മോസ്റ്റ് ഓഫ് ദ ലാന്തനോയിഡ്സ് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, സോ ഈ ലന്താനം ടു ല്യൂട്ടിയം അതാണ് എന്ത് ഫസ്റ്റ് നമ്മുടെ ലാന്തനോയിഡ് സീരീസ് എന്ന് പറയുന്നത്. ലന്താനം ടു ല്യൂട്ടിയം ആണ്, അതായത് 57 to 71. അതിന്റെ ഇടയിൽ എത്ര ആളുകൾ ഉണ്ടാവും? 14 ആളുകളാണ് അവിടെ പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക. അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലാന്തനോയിഡ്സിന്റെ പ്രോപ്പർലി നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എന്താണ്? 4f1 to 14, 5d0 to 1, 6s2. നമുക്കറിയാം ഇവരുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു n-2 f1 to 14, n-1 d0 to 1, ns2. ഇതായിരിക്കും ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത്. സോ ലാന്തനോയിഡ്സിന്റെ കേസ് പോകുമ്പോൾ നമുക്കറിയാം അവർ വരുന്നത് 5d സീരീസ് എന്നാണ്. സോ 5d സീരീസ് ആകുമ്പോൾ തന്നെ 4f1 to 14, 5d0 to 1, 6s2 ആയിരിക്കും അവരുടെ എന്ത് വരുന്നുണ്ടായിരിക്കുക അവരുടെ എന്താ പറയാ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇതിലും എന്തുണ്ട്? എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്താണ്? ഗാഡോലിനിയം ആണ് എക്സെപ്ഷൻ വരുന്നത്. അതിന്റെ എന്താണ്? 4f7, 5d1, 6s2 ആണ്. Clear ആണോ? 4f7, 5d1, 6s2 due to the extra stability of half-filled electronic configuration. Fൽ ടോട്ടൽ 14 ഇലക്ട്രോൺസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് നമുക്കറിയാം. അപ്പൊ അതിൽ എന്ത് ചെയ്തു? ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് ഇവർക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി എന്ത് ചെയ്തു? ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ അതാണ് നമുക്ക് വരുന്ന എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അല്ലാതെ 4f8, 5d0 അല്ല ഇവരിത് വരുന്നത്. 4f7, 5d1 ആണ് ഇവരുടെ എന്ത് വരുന്നത്? ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അറ്റോമിക് സൈസിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതോറും ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. അതായത് എഫ് ഓർബിറ്റലിന്റെ പുവർ ഷീൽഡിങ് കാരണം ഇലക്ട്രോൺസ് എല്ലാ ഇലക്ട്രോൺസിന്റെയും ന്യൂക്ലിയസ് നല്ല രീതിയിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, അതുപോലെ തന്നെ അതിന്റെ എന്താണ് ന്യൂക്ലിയസിന്റെ അട്രാക്ഷനും കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അറ്റോമിക് സൈസ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് എഫക്ട് ഓഫ് 4f orbitals. ക്ലിയർ അല്ലേ? ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ മോസ്റ്റ്ലി കാണിക്കുന്നത് +3 ഉണ്ട്. +3, +4, +2, +3, +2, +3 ആൻഡ് +4. ഇങ്ങനെയാണ് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വരുന്നത്. ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് അവർ കാണിക്കുന്നത് എന്താണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാം. ഓക്കെ അല്ലേ? ഇനി കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ലാന്തനോയിഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാന്തനോയിഡ്സിനെ അവർ ഓക്സിജന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? ബേൺ ചെയ്തിട്ട് അവർ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. Ln2O3 ഫോമിലുള്ള ഓക്സൈഡ്സ് ആയിരിക്കും അവർ ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത് ഇവർ H2നെ എന്ത് ചെയ്യും? അവർ റിലീസ് ചെയ്യും. ദാറ്റ് മീൻസ് ലാന്തനോയിഡ്സ് പൊതുവെ മെറ്റൽസ് ആണ് നമുക്കറിയാലോ. സോ അവരെന്തായാലും ആസിഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് റിലീസ് ചെയ്യും? H2 ഗ്യാസിന് അവർ റിലീസ് ചെയ്യും. സൾഫർ ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൾഫൈഡ് കിട്ടും. Ln2S3, Ln2O3 എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ Ln2S3 നമുക്ക് കിട്ടും. നൈട്രജൻ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ LNN ആണ്, നൈട്രൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ദെൻ കാർബൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, കാർബൈഡ് കിട്ടുന്നു. വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ നമുക്ക് കിട്ടും. ഹാലജൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാലൈഡും നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കാര്യം നോക്കി വെക്കാം. എന്തായാലും ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് പോകുന്നത് എങ്ങോട്ടാണ്? ആക്ടിനോയിഡ്സിന്റെ കാര്യത്തിലേക്കാണ്. ഇതൊരു പ്യുവർ റിവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. യെസ്, ഓക്കെ. ഇനി ആക്ടിനോയിഡ്സിന്റെ കാര്യമാവുമ്പോൾ ആക്ടിനോയിഡ്സ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. സോ ആക്ടിനോയിഡ്സ് ആക്ടീനിയം ടു ലോറൻഷ്യം ആണ് ഉണ്ടായിരിക്കുക. 89 to 103 ആണ് അവരുടെ എന്ത് വരുന്നത്? അറ്റോമിക് നമ്പർ വരുന്നത്. അതിനിടയിലുള്ള 14 ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇവര് കൂടുതലും റേഡിയോ ആക്റ്റീവ് എന്താണ്? എലമെന്റ്സ് ആണ്. ഞാൻ വീണ്ടും ഇലക്ട്രോൺസ് എന്നാണ് പറഞ്ഞത്, എലമെന്റ്സ് ആണ് കേട്ടോ. ഇവരൊക്കെ എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. സോ അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് നമുക്കറിയാം. ഇത് 6d സീരീസ് ആയതുകൊണ്ട് തന്നെ 5f1 to 14, 6d0 to 1, 7s2 ആയിരിക്കും ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഒരു എക്സെപ്ഷൻ എവിടെയുണ്ട്? ആക്ടിനോയിഡ്സിന്റെ കേസിലുമുണ്ട്. ക്യൂരിയത്തിനാണ് അതുള്ളത്. എന്താണ് ഇവിടെ? ഇവിടെയും അഗൈൻ 5f7, 6d1, 7s2 ആണ്, അല്ലാതെ 5f8, 6d0, 7s2 അല്ല. ഓക്കെ അല്ലെ? അഗെയിൻ ഇവിടെ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ട്. ലാന്തനോയിഡ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ലെഫ്റ്റ് നിന്ന് നമ്മൾ റൈറ്റിലേക്ക് വരുന്തോറും എന്ത് പറയുന്നുണ്ട്? ഇവരുടെ
സൈസ് കുറയുന്നുണ്ട് ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് ഓഫ് 5f ഇലക്ട്രോൺസ്. നമ്മൾ പറഞ്ഞത് നേരത്തെ എന്താ പറയുക, നമ്മുടെ ലാൻത്തനോയിഡ് കോൺട്രാക്ഷനിൽ 4f ഇലക്ട്രോൺസ് ആണെങ്കിൽ ആക്ടിനോയിഡ് കോൺട്രാക്ഷനിൽ 5f ഇലക്ട്രോൺസ് ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആക്ടിനോയിഡ് കോൺട്രാക്ഷനും ലാൻത്തനോയിഡ് കോൺട്രാക്ഷനും നോക്കുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും വലുത്? ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ആണ് വലുത് ദാൻ ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. 5fന്റെ ഷീൽഡിംഗ് എഫക്റ്റ് അത്രയും കുറവാണ്. 4fനെക്കാട്ടും അബദ്ധാണ് എന്ത് 5fന്റെ ഷീൽഡിംഗ് പവർ അല്ലെങ്കിൽ അവരുടെ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവരും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവർ മാക്സിമം കാണിക്കുന്നത് എത്രയാണ്? +7 ആണ്. ഇത്രത്തോളം ആര് കാണിക്കുന്നില്ല? നമ്മുടെ ലാൻത്തനോയിഡ്സ് കാണിക്കുന്നില്ല എന്നുള്ള കാര്യം ആലോചിക്കുക. ഡ്യൂ ടു വെരി ലെസ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ 5f 60 ആൻഡ് 7s ഓർബിറ്റൽസ് ആണ്. അതായത് ഇവർക്കിടയിൽ എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ ഇലക്ട്രോൺസിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ടാണ് ഇത്രയും എക്സ്റ്റൻഷൻ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് വരാനായിട്ടുള്ള കാരണം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ചോദിക്കാം. സോ യെസ്, ടെലഗ്രാമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേഗം പോയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതിന്റെ ഡിസ്ക്രിപ്ഷൻ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി എന്താ, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വൺസ് അഗൈൻ ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ എൻഡ് ഫോർ ടുഡേ. ദിസ് ഇസ് മീ ഷിബില സൈനിങ് ഓഫ് ഫ്രം വേദാന്ത മലയാളം. See you again another day with another topic. Till then, ta-ta and bye-bye.